ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ പകൽക്കാലത്തിൽ ഒരു പ്രാവശ്യം കൂടി ദൈവവചനവുമായിട്ട് കർത്താവിൻ്റെ പാതാരബിന്ദത്തിലായിരിക്കാൻ എനിക്ക് ഒരവസരം കൂടി തന്ന എൻ്റെ ദൈവത്തിന് ഞാൻ എൻ്റെ ഹൃദയമായ പ്രണാമത്തെ അർപ്പിക്കും. കൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവജനത്തിനും ഇരുന്നവരും ഇരിക്കുന്നവരും വീണ്ടും വരുന്നവരുമായ സർവശക്തിയുള്ള കർത്താവ് ദൈവവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. തിരുവചന ചിന്തയിൽ ഈ നാളുകളിൽ നാം ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനോടനുബന്ധിച്ച് യേശു നമുക്ക് വെളിപ്പെടുത്തി തന്നതായ കാലലക്ഷണങ്ങളെക്കുറിച്ചാണ്. യേശുവിൻ്റെ മടങ്ങി വരവിനെ കാലത്തെ വിവേചിച്ച് മാത്രമേ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ എന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ ഏതൊന്നിൻ്റെ ഈ സമയത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. എന്നാൽ ഈ കാലത്തിൻ്റെ സമയത്തെ തിരിച്ചറിയാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാലഘടികാരം എന്ന് പറയുന്നത് യഹൂദ ജാതിയാണ്. ഇസ്രായേൽ ദേശത്ത് നോക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് കാലത്തെ വിവേചിക്കാൻ കഴിയത്തുള്ളൂ. നാം ഈ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂഹിക ലക്ഷണങ്ങളെ കുറിച്ചാണ്. ആ സാമൂഹിക ലക്ഷണത്തിൽ ഒടുവിലായിട്ട് ഇസ്രായേലിന്റെ ലക്ഷണത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് അരുളി ചെയ്തിരിക്കുന്ന ആ തിരുവചന സത്യങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 29-30 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിവിടെ വായിക്കുന്നതിനെ ശ്രദ്ധ വെച്ച് കേൾക്കും. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ. അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ഉപമാരൂപത്തിലാണ്. അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ സ്വതവേ അറിയുക. വേനൽ എന്ന് വിളിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. അതുപോലെ തന്നെ മലാഖി പ്രവാചകൻ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴെയുള്ള വാക്യങ്ങൾ പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ആ കഠോരമായ ന്യായവിധിയുടെ ദിവസത്തെ വെളിപ്പെടുത്തിയതിനു ശേഷം അതിന്റെ ഒടുവിലോട്ട് വരുമ്പോൾ പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ യഹോവയെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ അരോഗോപശാന്തിയോടുകൂടി ഉദിക്കും. ഈ നീതി സൂര്യനും ഇവിടെ പറയപ്പെട്ടിരിക്കുന്നതായ വേനലും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് മുൻപേ അത്തി മുതലായവ തളിർക്കണം. അത്തി എന്നിവിടെ വിളിച്ചിരിക്കുന്നത് യഹൂദ ജാതിയെ. യഹൂദന്മാരെ അത്തിയോട് വിശുദ്ധ ബൈബിൾ പല മേഖലകളിലും ഉപമിച്ചിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവും അത്തിയെ ഉപമിച്ചുകൊണ്ട് യഹൂദനെ വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ കാലഘടികാരം എന്ന് വിളിച്ചിരിക്കുന്ന യഹൂദനെ കണ്ടെത്തിയാൽ മാത്രമേ ഈ കാലം ഏത് അനുഭവത്തിലാണെന്നും നാം കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് എത്ര അടുക്കൽ എത്തിയിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിനാൽ ഈ വാക്യത്തെ നമ്മൾ പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അവിടെ നോക്കണം, അത്തി മുതലായവയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ നാളുകളിൽ ശാസ്ത്രീയ ലക്ഷണവും രാഷ്ട്രീയ ലക്ഷണവും പ്രസംഗിച്ച സമയത്ത് മുതലായവ അഥവാ ലോകരാഷ്ട്രങ്ങൾ ശാസ്ത്രീയമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി, അതുപോലെ തന്നെ വൈദ്യശാസ്ത്രപരമായി എത്രത്തോളം വളർന്നിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയാണ്. എന്നാൽ ഇവിടെ ഇനി മനസ്സിലാക്കേണ്ടത് യഹൂദ ജാതിയെ കുറിച്ചാണ്. ആരാണ് യഹൂദൻ? BC 2100 1985 ഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കുലപതിയാണ് അബ്രാം. അർമേനിയൻ പർവ്വതത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന നദിയാണ് യൂഫ്രട്ടീസ് നദി. ഏകദേശം 1780 മൈൽ ദൂരം അഥവാ 2860 കിലോമീറ്റർ എന്ന് വിളിക്കുന്നു ഉണ്ട് ഈ നദിയുടെ ദൈർഘ്യത്തിൽ. ഈ നദി സമുദ്രപതനത്തിൽ വന്നെത്തുന്നതിനും 65 കിലോമീറ്റർ വടക്കു മാറി ഡൈഗ്രീസ് നദി ഈ നദിയോട് വന്നു ചേരുന്നു. 2 നദികൾക്ക് നടുവിലുള്ള സ്ഥലമാണ് ആധുനിക മെസോപ്പൊട്ടാമിയ. ഊർ സാമ്രാജ്യം, കൽദയ പട്ടണം, ബാബിലോൺ എന്നൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ സ്ഥലത്തെയാണ്. ഇന്ന് ഈ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇറാഖാണ്. എന്നാൽ അന്ന് ഈ നാമങ്ങൾ അറിയപ്പെടുമ്പോൾ അവിടെ വിഗ്രഹത്തെ ഉണ്ടാക്കുകയും വിഗ്രഹത്തെ സേവിക്കുകയും വിഗ്രഹത്തെ വിൽപ്പന ചരക്കായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് തേരഖിന്റെ കുടുംബം. എന്നാൽ തേരഖ് നിർമ്മിക്കുന്ന ദൈവത്തെ സേവിക്കാൻ മനസ്സില്ലാതെ മാറുന്നെന്ന് കരയുന്ന അബ്രാം എന്ന പുത്രനെ ദൈവം വിളിച്ചു. തേരഖും തന്റെ കുടുംബവുമായിട്ട് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമായ കനാനിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഈശ്വരാഹ്വാനം ശ്രമിച്ച് എവിടേക്കെന്നറിയാതെ ഇറങ്ങി പുറപ്പെട്ടതായ അബ്രാമിനെ ദൈവം മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. എന്നാൽ തേരഖ് വഴിമധ്യത്തിൽ മരണപ്പെടുകയും പിന്നെ അബ്രാമിനെ ദൈവം ഈ പറയപ്പെട്ട വാക്തത്വ ദേശത്തിലേക്ക്, കനാൻ ദേശത്തിലേക്ക് വിളിച്ചു. കനാൻ ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ പാലസ്തീൻ,
നോഹയുടെ പുത്ര പരമ്പരയിൽ ഹാമിന്റെ സന്തതി പരമ്പരകൾ കുടിയേറി പാർത്ത ദേശമാണ് കനാൻ ദേശം. അതുകൊണ്ടാണ് ആ ദേശത്തിന് കനാൻ ദേശം എന്ന പേരുണ്ടായത്. അവിടെ അനേകം പ്രത്യേകതകളുണ്ട്. അതെല്ലാം ഞാൻ പ്രസംഗത്തിന്റെ ഒടുവിലെ നാളുകളിൽ വെളിപ്പെടുത്തും. ഇപ്പോൾ എന്റെ പ്രസംഗത്തിന്റെ പ്രമേയം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കുക. എന്നാൽ ഏകദേശം 1000 മൈലുകൾ സഞ്ചരിച്ച് അബ്രഹാം ഈ പറയുന്ന കനാൻ ദേശത്തിൽ പ്രവേശിച്ചു. എന്നാൽ ദൈവം അദ്ദേഹത്തെ വിളിക്കുമ്പോൾ തന്നെ ഒരു നാടും ഒരു സന്തതിയും വാക്തത്വം ചെയ്തു. ഏകദേശം തന്റെ 100ാമത്തെ വയസ്സിലാണ് തനിക്ക് വാക്തത്വ പുത്രൻ ജനിക്കുന്നത്. തനിക്ക് വാക്തത്വ പ്രകാരം ദൈവം നൽകിയ പുത്രനാണ് ഇസഹാക്ക്. തന്റെ വാർദ്ധക്യത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ട് ദൈവം നൽകുന്ന പുത്രനാണ് ഇസഹാക്ക്. ഇസഹാക്കിന് 2 പുത്രന്മാർ നൽകി. ഒന്ന് ഏശാവും മറ്റൊന്ന് യാക്കോബും. അതിൽ യാക്കോബിന്റെ സന്തതി പരമ്പരകളാണ് ഇസ്രായേൽ, എബ്രായർ, യഹൂദർ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പിറന്നു വീഴും മുൻപ് തന്നെ വിപ്രവാസത്തിന് വിധിക്കപ്പെട്ട ജനതയാണിവർ എന്ന് പറഞ്ഞാൽ അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 15ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ, ബൈബിളിലെ ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 15ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് താൻ സന്തതിയില്ല എന്നും തന്റെ സ്വത്തുവകകളും തന്റെ അധ്വാന ഫലവും എല്ലാം തന്റെ ഭവനത്തിലുള്ള എലിയാസർ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന മിസ്രയീമിലെ ദാസൻ കൊണ്ടുപോകുമല്ലോ എന്ന് ഭയപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പുറത്തു കൊണ്ടുവന്ന് നിർത്തി തന്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറക്കിയിട്ട് പറയുന്നു, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക, ഇവയെ നിനക്ക് എണ്ണി തീർക്കാൻ കഴിയുമോ? ഇല്ല. സമുദ്ര തീരത്തിലെ മണൽത്തരിയെ നോക്കുക, ഇവയെ നിനക്ക് എണ്ണി തീർക്കാൻ കഴിയുമോ? ഇല്ല. ഇതുപോലെ തന്നെ ഞാൻ നിനക്ക് സന്തതിയെ തരും. എന്നാൽ അത് എങ്ങനെ അറിയാം? അവിടെ ദൈവവും അബ്രഹാമും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. അബ്രഹാം ഉടമ്പടി ചെയ്താൽ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ ആ വാക്തത്വം നിവർത്തിക്കപ്പെടത്തില്ല എന്ന് കണ്ട ദൈവം അബ്രഹാമിനൊരു ഗാഠനിദ്ര വരുത്തി ദൈവം ഉടമ്പടി ചെയ്യുകയാണ്. ഉടമ്പടി ചെയ്യുന്ന സമയത്ത് അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി നീ അറിയാത്ത ദേശത്ത് അഥവാ ജാതികളുടെ ദേശമായിരിക്കുന്ന മിശ്രൈമിൽ അവർ 400 വർഷം അടിമകളായിരിക്കും. അത് കഴിയുമ്പോൾ ആ ജാതിയെ ഞാൻ സന്ദർശിക്കും. ഈ ജനം അഥവാ നിന്റെ ജനം വലിയ സമ്പത്തോടുകൂടി അവിടെ നിന്ന് പുറപ്പെട്ടു വരും. എന്നാൽ പ്രിയ സ്നേഹിതരെ, കാലം മുന്നോട്ട് വളർന്നു. ഈ പറയപ്പെട്ട പ്രവചന നിവർത്തിക്കായി BC 1876 അന്ന് തന്റെ സഹോദരന്മാരാൽ നിഷേധിക്കപ്പെട്ട് സഹോദരന്മാരാൽ തള്ളപ്പെട്ട് യാക്കോബിന്റെ ഏറ്റവും ഇളയ പുത്രനായിരിക്കുന്ന ജോസഫ് ഇവിടെ പ്രധാനമന്ത്രിയായിരിക്കുക. ഈ സമയത്ത് യാക്കോബും തന്റെ പുത്രപരമ്പരകളും അടങ്ങുന്ന ജോസഫ് അടക്കമുള്ള 70 പേരടങ്ങുന്ന സംഘം ഈജിപ്തിലെത്തി, അഥവാ മിശ്രയിലെത്തി. ഇന്നത്തെ ഈജിപ്റ്റാണ്. എന്നാൽ ഒരു 30 വർഷം അവിടെ സുവർണദശ. അവർ ഏറെക്കുറെ അവിടെ താമസിച്ചിരുന്നത് 430 വർഷമാണ്. ഈ 30 വർഷം കഴിഞ്ഞപ്പോൾ ജോസഫിനെ അറിയാത്ത മറ്റൊരു തലമുറ, മറ്റൊരു ഭരണകർത്താവ് അവിടെ വന്നു. അപ്പോൾ ഈ ജനത പിന്നെ ഓട്ടോമാറ്റിക് അടിമകളായി മാറി. ഈ അടിമവേലയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ പ്രവചന നിവൃത്തി പോലെ തന്നെ 400 ആണ്ടുകൾ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ സർവശക്തനായ ദൈവം എബ്രായരിൽ നിന്ന് തന്നെ മോശ എന്ന ഒരു അനിശ്ചിത നേതാവിനെ ദൈവം തെരഞ്ഞെടുത്തു. ആ മോശയിൽ കൂടെ മിശ്രയീമിൽ 10 ബാധകളെ അയച്ച് സർവശക്തനായ ദൈവം തന്റെ ബലത്തെ വെളിപ്പെടുത്തി. അതിനുശേഷമായി ദൈവം അന്നേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഈ ജനത ഒരു വലിയ സമ്പത്തോടുകൂടി പുറപ്പെട്ടു വന്നു. ഇവരെ കൊണ്ടുവരുന്ന സമയത്ത് ചെങ്കടൽ 2ആയി പിളർന്നുകൊണ്ട് ഈ ജനത്തെ നടത്തിക്കൊണ്ടുപോയി. തീർന്നില്ല, തങ്ങളെ പിൻപറ്റി വന്ന ഫറവോനെ സൈന്യത്തെയും ദൈവം ചെങ്കടൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. മരുഭൂ പ്രയാണത്തിൽ സർവശക്തനായ ദൈവം ഒരു ദിവസം 19 ലക്ഷം ടൺ ഭക്ഷണം വെച്ച് കൊടുത്ത് ഈ 28 ലക്ഷത്തിന് മുകളിൽ 35 ലക്ഷത്തോളം വരുന്ന ഈ പുരുഷാരത്തെ പോഷിപ്പിച്ചു. ഏകദേശം 6 ലക്ഷം മുതിർന്ന പുരുഷന്മാരും പിന്നെ അവിടെ സ്ത്രീകളും അവിടെ കുഞ്ഞുകുട്ടികളും പിന്നെ ഒരു സമ്മിശ്ര ജാതിയും. ഇങ്ങനെയാണ് ഇവർ പുറപ്പെട്ടു വരുന്നത്. ഈ പുരുഷാരത്തിനെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി കൂടെ ഇരുന്ന് ദൈവം അവരെ സൂക്ഷിച്ചു. തീർന്നില്ല, സീനായി പർവ്വതത്തിൽ വച്ച് അവിടെ ജീവിത ഭാഗവതയത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ന്യായപ്രമാണം നൽകി. 613 കൽപ്പനകളും അതിലേറെ വാക്തത്വങ്ങളും അടങ്ങുന്ന ന്യായപ്രമാണം നൽകി. അവിടെ ന്യായപ്രമാണം നൽകുമ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു, ഈ പ്രമാണങ്ങളെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നിടത്തോളം നാൾ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. എന്നാൽ ഈ പ്രമാണം വിട്ട് നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഈ പ്രമാണത്തിൽ പറയുന്ന ബാധ അഥവാ ശാപങ്ങൾ നിങ്ങളുടെ മേൽ കടന്നു വരും. ബൈബിളിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അവർ അനുസരിച്ചാൽ അവർക്കുണ്ടാകുന്ന നന്മയും അനുഗ്രഹവും ദൈവം വാഗ്ദത്തം ചെയ്തു. 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സർവശക്തനായ ദൈവം അവരോട് പറയുന്നത്, ഈ
വചനത്തിലെ അഥവാ ഈ കൽപ്പനകളെ വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ഈ പ്രമാണത്തെ അനുസരിച്ച് നീ നടക്കുന്നുവെങ്കിൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. എന്നാൽ 14 മുതൽ ഏകദേശം 69 വരെയുള്ള വാക്യങ്ങളിൽ അത് നിഷേധിച്ചാൽ അവർക്കുണ്ടാകുന്ന ശാപത്തെ കുറിച്ചും പറഞ്ഞു. അതിലെ ശാപത്തെ കുറിച്ച് ചില വാക്യങ്ങളെ ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നതിന് നിങ്ങൾ ഒന്ന് ശ്രദ്ധ വെച്ച് കേൾപ്പിക്കും. അവിടെ ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 65 മുതൽ 69 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല, നിന്റെ കാലിന് വിശ്രാമസ്ഥലം ഉണ്ടാകയില്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും, രാവും പകലും നീ പേടിച്ചു പാർക്കും. പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല. നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചു കൊണ്ടിരിക്കുന്ന പേടി നിമിത്തവും നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്നും സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്നും നീ പറയും. നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രയീമിലേക്ക് മടക്കി കൊണ്ടുപോകും. അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടികളുമായി വിൽക്കാൻ നിർത്തും. എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരും ഉണ്ടാകയില്ല. അവിടെ നോക്കണമേ, അവരെ മിസ്രയീമിൽ നിന്നാണ് പിടിച്ചു കൊണ്ടുവന്നത്. എന്നാൽ ഈ വചനം ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പന വിട്ട് അവർ തിരിഞ്ഞു പോയാൽ അതേ മിസ്രയീമിൽ തന്നെ അവരെ വീണ്ടും അടിമകളാക്കി കൊണ്ടുപോകും. തീർന്നില്ല, അവരെ വിലയ്ക്ക് വാങ്ങുവാൻ പോലും ആളില്ലാതെ വരുന്ന ഒരു കാലം വരുമെന്ന് ദൈവം അവരോട് അരുളി ചെയ്തു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, BC 1443 പ്രയാണ സമൂഹം പുറപ്പെട്ടു വരികയും ഏകദേശം മരുഭൂമിയിൽ 40 സംവത്സരം അവർ യാത്ര ചെയ്തു. 41 സ്ഥലത്ത് പാളയമടിച്ചു. BC 1400 യോശുവയുടെ നേതൃത്വത്തിൽ പ്രയാണ സമൂഹം വാഗ്ദത്ത ദേശമായ കനാൻ ദേശം കൈവശമാക്കി. തുടർന്നുള്ള 380 വർഷം അവരെ ന്യായാധിപന്മാർ എന്ന് വിളിക്കുന്ന നേതാക്കൾ നയിച്ചു. എന്നാൽ മരുഭൂ പ്രയാണത്തിൽ തന്നെ ദൈവം അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് ദൈവവും രാജാവും ദൈവം തന്നെയായിരിക്കണം. നിങ്ങൾ ജാതികളെ അനുകരിച്ചുകൊണ്ട് ഒരു രാജാവിനെ വാഴിക്കരുത്. എന്നാൽ എന്ത് ചെയ്യാം പ്രിയ സ്നേഹിതരെ, കാലം വളർന്നു വന്നപ്പോഴേക്ക് 380 വർഷം ന്യായാധിപന്മാരെന്ന് വിളിക്കുന്ന നേതാക്കളുടെ ഭരണം കഴിഞ്ഞപ്പോഴേക്കും ഈ ജനത ജാതികൾ തങ്ങളെ ഞെരുക്കുവാൻ തുടങ്ങിയപ്പോൾ ജാതികളെ പോലെ തങ്ങൾക്കൊരു നായകനെ വേണമെന്ന് ആഗ്രഹിച്ചു. അതിനെ അന്നത്തെ പുരോഹിതനായിരിക്കുന്ന ശമൂവേലിന്റെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു. അന്നത്തെ പ്രവാചകനായിരിക്കുന്ന ശമൂവേലിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാജാവിന് വേണം. എന്നാൽ ശമൂവേല് ഈ വിഷയം സംബന്ധിച്ച് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഈ ജനത തള്ളിയത് എന്നെയാണ്, അതിനാൽ നീ അവരെ വാക്കുകളെ നിഷേധിക്കേണ്ട, അവർക്ക് രാജാവിനെ വാഴിക്കാൻ പറഞ്ഞു. അങ്ങനെ BC 1043 ബെന്യാമീൻ ഗോത്രജനായ കീശിന്റെ മകൻ ശൗലിനെ രാജാവായി വാഴിച്ചുകൊണ്ട് രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ചു. ഏകദേശം 1043 മുതൽ 1010 വരെ ശൗലും 1010 മുതൽ 970 വരെ ദാവീദും ഇശ്ശായിയുടെ 8ാമത്തെ പുത്രനായിരിക്കുന്ന ദാവീദും പിന്നെ 970 മുതൽ 930 വരെ ദാവീദിന്റെ 10ാമത്തെ പുത്രനും ബെർശേബയിൽ 2ാമത് ജനിക്കപ്പെട്ട ശലോമോനും ഭരണം നടത്തി. 930 വന്നപ്പോൾ ശലോമോൻ മരണപ്പെട്ടു. ഇപ്പോൾ രാജ്യം രണ്ടായി കീറപ്പെട്ടു. ശേഖോം തലസ്ഥാനമായി ഇസ്രായേൽ എന്നും യെരൂശലേം തലസ്ഥാനമായി യഹൂദി എന്നും രണ്ടായി കീറപ്പെട്ടു. ഈ 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങൾ ഇസ്രായേലിലും 2 ഗോത്രങ്ങൾ യഹൂദിയിലും കുടിയേറി. കാലം വളർന്നു. എന്നാൽ ഈ കുടിയേറിയതായ ജനത ജാതികളെ അനുകരിച്ചുകൊണ്ട് തങ്ങളെ മിസ്രയീമിൽ നിന്ന് അടിമവീടായ അടിമദേശത്തിൽ നിന്ന് കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തെ അവർ മറന്നു. സർവശക്തനായ ദൈവത്തെ തള്ളിയിട്ട് ജാതികളെ അനുകരിച്ചുകൊണ്ട് അവർ വിഗ്രഹാരാധികളായി മാറി. ബാലിന് ധൂപം കാട്ടുവാൻ കടന്നുപോയി. ദൈവത്തെ നിഷേധിച്ചു പോയ ഈ ജനതയെ ദൈവം ശിക്ഷിക്കുവാൻ തുടങ്ങി. BC 722 അശ്ശൂര്യൻ രാജാവായ ശൽമനേശ്വർ 5ാമൻ ഇസ്രായേൽ രാജ്യത്തിൽ കടന്നു വന്ന് ജനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി അവിടെ രാജ്യത്ത് ഉന്മൂലനാശം വരുത്തി. ഈ ജനതകളെ അന്ന് അസീറിയൻ മേഖല അഥവാ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ മേഖലകളിൽ കൊണ്ടുപോയി കുടിയിരുത്തി. അവിടെ നിന്ന് സ്വന്തം പ്രജകളെ കൊണ്ടുവന്ന് ഈ പറയുന്ന ഇസ്രായേൽ ദേശത്തിൽ കൂടി പാർപ്പിച്ചു. ആ ജനത പിൽക്കാലത്തിൽ ശമരിയർ എന്ന് വിളിക്കപ്പെട്ടു. കാലം കുറച്ചുകൂടി വളർന്നു. ദൈവകൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ദൈവസന്നിധി വിട്ട് മാറിപ്പോയതായ സഹോദര വർഗത്തിന് ലഭിച്ച ശിക്ഷ യഹൂദിയിലുള്ള 2 ഗോത്രത്തിന് പാഠമായില്ല. അവരും ഇതുപോലെ വിഗ്രഹാരാധികളായി മാറി. ദൈവത്തിന് ആലയമുണ്ടെങ്കിലും ദൈവത്തെ ഭജിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടതായ ജനത അതിനേക്കാളുപരി ജാതികളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ തുടങ്ങി. അങ്ങനെ BC 600 വന്നപ്പോൾ
വന്നപ്പോഴേക്ക് ബാബിലോണിന്റെ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ ഈ രാജ്യത്തിൽ കടന്നു വന്ന് ജനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി അവിടെ പവിത്ര ദൈവാലയത്തെ ഇടിച്ച് കൽക്കൂമ്പാരമാക്കി തീർത്തു. ഈ സമയത്ത് ഇവർ ബാബിലോണിയരുടെ കീഴിൽ കാലം കുറച്ചു വളർന്നു. BC 539 ഒക്ടോബർ മാസം 29-ാം തീയതി അർദ്ധരാത്രിയിൽ അവസാനിച്ചു ബാബിലോണിയ സാമ്രാജ്യം. പിന്നെ ഉടലെടുത്തത് മേത്തനായ സൈറസിൽ കൂടെ മേത്യ പേർഷ്യ സാമ്രാജ്യം. ഈ കാലഘട്ടത്തിൽ യഹൂദന്മാർ പേർഷ്യയുടെ അധീനതയിൽ കാലം കുറച്ചുകൂടി വളർന്നു. BC 331 ഗ്രാനിക്കസ് നദീതീരത്ത് വെച്ച് നടന്ന ഘോര സമരത്തിൽ മാസിഡോണിയൻ രാജാവായ ഫിലിപ്പിന്റെ രണ്ടാം മകൻ അലക്സാണ്ടർ ദാരിയവേശ് മൂന്നാമനെ പരാജയപ്പെടുത്തി വധിക്കുകയും സ്വന്തം കൈകൊണ്ട് പേർഷ്യൻ കൊട്ടാരത്തിന് തീവയ്ക്കുകയും ചെയ്തപ്പോൾ യഹൂദന്മാർ ഗ്രേക്കരുടെ കീഴിലായി. എന്നാൽ ഏകദേശം 320 വന്നപ്പോഴേക്ക് ഗ്രേക്ക് സാമ്രാജ്യം നാലായി കീറപ്പെട്ടു അലക്സാണ്ടർ മരണത്തിന് ശേഷം. പിന്നെ ഈ ജനത ഈജിപ്തിലെ ടൊളോമികളുടെ കീഴിലായി. ഏകദേശം BC 200 BC 180 കാലഘട്ടത്തിൽ ടൊളോമികൾ കീഴിൽ അവർ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. കാലം കുറച്ചുകൂടി പുരോഗമിച്ചു. BC 63 മുതൽ AD 70 വരെ ഈ ജനത റോമിന്റെ അധീനതയിൽ ഇരിക്കുമ്പോഴാണ് അവർ പ്രതീക്ഷയോടെ കാത്തിരുന്ന തങ്ങളുടെ രക്ഷകനും ലോകത്തിന്റെ രക്ഷിതാവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം. അവരെ പൂർവികന്മാരിൽ കൂടെ, പിതാക്കന്മാരിൽ കൂടെ, പ്രവാചകന്മാരിൽ കൂടെ, പുരോഹിതന്മാരിൽ കൂടെ ഒക്കെയും അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി പരലോകത്തിൽ നിന്ന് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന മശിഹ എന്ന് പേരിട്ടിരിക്കുന്ന മശിഹ എന്ന് അവർ വിളിച്ചിരുന്ന രാഷ്ട്രീയ പൗരോഹിത്യമുള്ള മശിഹ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ അവർ പ്രതീക്ഷിച്ചിരുന്നു. ആ മനുഷ്യാവതാരമായ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. അവസാനം ജാതികളുടെ ചക്രവർത്തിയായിരിക്കുന്ന പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കാനിരിക്കുമ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു: യഹൂദന്മാരുടെ രാജാവെന്ന് പറയുന്ന യേശുവിനെ ഞാൻ എന്തു ചെയ്യണം? അവനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടോ? മറുപടി അവർ പറയുന്നു: ഞങ്ങൾക്ക് വേണ്ട, പകരം ഞങ്ങൾക്ക് ബറാബാസിന് വേണം. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്ത രാജ്യദ്രോഹ കുറ്റം വരെ ചെയ്തിരിക്കുന്ന ബറാബാസിന് മതി എന്നവർ ആഗ്രഹിച്ചു. അങ്ങനെ ബറാബാസിന് വിട്ടുകൊടുത്തു. യേശുവിനെ ക്രൂശിക്കാനായിട്ട് താൻ വിധിക്കുന്നതിന് മുൻപായി പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു: ഇവൻ നീതിമാനാണ്, അതുകൊണ്ട് ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഉടനെ യഹൂദന്മാർ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 25-ാമത്തെ വാക്യം ഇങ്ങനെ ചോദിച്ചു മേടിക്കുന്നു: അവന്റെ രക്തത്തിന്റെ വില ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഇരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ കുറ്റമില്ലാത്ത രക്തത്തെ ചോദിച്ചു മേടിച്ച യഹൂദൻ അതിന് കണക്ക് പറയുവാനുള്ള കാലം ആസന്നമായി. BC 54 AD 54 വന്നപ്പോഴേക്ക്, അഥവാ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് ഒരല്പനാൾ മുന്നോട്ട് ചെന്നപ്പോഴേക്ക്, ഒരു 20-25 വർഷം മുന്നോട്ട് ചെന്നപ്പോഴേക്ക് റോമിന്റെ ചക്രവർത്തിയായി നീറോ അധികാരത്തിൽ വന്നു. 65 ആയപ്പോഴേക്ക് ഗസിയ സുപ്ലേറസ് എന്നൊരുവനെ യഹൂദന്മാരുടെ ഗവർണറായി നിയമിച്ചു കൊടുത്തു. ഈ സമയത്ത് അധികാരം നഷ്ടമാകും എന്ന് മനസ്സിലാക്കിയതായ യഹൂദന്മാർ റോമിനെതിരെ പോരാടാൻ തീരുമാനിച്ചു. അന്ന് ദ്രവ്യാഗ്രഹിയായ ഗവർണർ യഹൂദന്മാരെ അടിച്ചമർത്താൻ കൽപ്പിച്ചു. അന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം ഏകദേശം 3500 പേർ മരണപ്പെട്ടു. AD 67 വന്നപ്പോ റോമിന്റെ സൈന്യാധിപനായിരുന്ന ടൈറ്റസ് ഗലീലയിലെത്തി. അസ്കലോത്തിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ പരിശീലനം നേടാത്ത 10,000-ൽ പരം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. തീർന്നില്ല. റോമാ സാമ്രാജ്യത്തോട് പോരാടി മരിക്കുന്നതിന് പുറമെ യഹൂദന്മാരുടെ നടുവിൽ ആഭ്യന്തര കലാപമുണ്ടായി. അവർ തമ്മിലടിച്ച് 6500-ഓളം പേർ മരണപ്പെട്ടു. മരിച്ചു വീണതായ യഹൂദന്മാരെ ഗലീല തടാകത്തിൽ തൂക്കിയെറിഞ്ഞപ്പോ ഗലീല കടൽ രക്തം കൊണ്ട് നിറഞ്ഞു. തുടർന്ന് വൃദ്ധനും പ്രയോജനമില്ലാത്തവരുമായ 1200 പേരെ തിബരോ സ്റ്റേഡിയത്തിൽ നിരത്തി നിർത്തി കോലുകൊണ്ട് അടിച്ചു കൊന്നു. 6000 പേര് റോമൻ നീറോയുടെ അടുക്കലേക്ക് അയച്ചു. 32,400 പേരെ അടിമകളായി വിൽക്കുവാൻ ഈജിപ്തിലെ അടിമ ചന്തകളിൽ വിട്ടു. 68 നീറോ ആത്മഹത്യ ചെയ്തു. 69 റോമിന്റെ ചക്രവർത്തിയായിട്ട് ടൈറ്റസ് നിയമിക്കപ്പെട്ടു. AD 70 കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നാം വായിച്ചുകൊണ്ടിരുന്ന മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ തുടക്കത്തിലും, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ തുടക്കത്തിലും, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലുമല്ല യേശു പറഞ്ഞു, യഹൂദന്മാരുടെ പവിത്ര ദൈവാലയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു: ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തതായ കാലം വരും. ഇനിയും യെരൂശലേമിലോട്ട് കർത്താവ് കൈതയുടെ മേൽ കയറി വരുന്ന സമയത്ത് ഇങ്ങനെ യെരൂശലേമിനെ നോക്കി കരഞ്ഞു: യെരൂശലേമേ, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ
മേഘത്തിന്റെ മറവിൽ മറയ്ക്കും പോലെ എനിക്ക് നിന്നെ മറച്ചു പിടിക്കുവാൻ മനസ്സുണ്ടായി, എന്നാൽ നിനക്കോ മനസ്സില്ല. പിന്നെയും യേശു പറയുന്നു, ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ നിന്റെ കണ്ണിനെ മറവായിരിക്കുന്നു. അഥവാ ഈ ടൈറ്റസ് ഇതുപോലെ കടന്നു വന്ന് തന്റെ ജനത്തെ തകർത്തു മുടിക്കുന്ന കഥനകഥ ദൂരവേ കർത്താവ് കണ്ടു. AD 70 ഏപ്രിലിൽ ടൈറ്റസും സൈന്യവും യെരുശലേമിൽ പ്രവേശിച്ചു, നഗരം ഉപരോധിച്ചു. ജൂലൈ 25 ആയപ്പോൾ അന്തോണിയെ കോട്ട പിടിച്ചെടുത്തു. ആഗസ്റ്റ് 25 ആയപ്പോഴേക്ക് ദൈവാലയത്തിന്റെ വാതിൽക്ക് തീ വയ്ക്കപ്പെട്ടു. സെപ്റ്റംബർ 27 ആയപ്പോ പൂർണ്ണമായിട്ട് നഗരം ടൈറ്റസിന്റെ കയ്യിലാവുകയും ദൈവാലയം കത്തി നശിക്കുകയും ചെയ്തു. അതിന്റെ അവസാന കല്ല് വരെ യേശു പറഞ്ഞു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. ഒരു കല്ല് പോലും അവശേഷിക്കാതെ ബുൾഡോസർ കൊണ്ടുവന്ന് അതിന്റെ അഥവാ ദൈവാലയത്തിന്റെ അടിത്തട്ടിൽ സ്വർണ്ണക്കനി ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ ഇടിച്ച് തകർത്ത് അവസാനം കൽക്കൂമാരമാക്കി തീർത്തു. അവർക്ക് തീയിട്ട് നശിപ്പിക്കുവാനിടയായി. ഈ സമയത്ത് യഹൂദന്മാർ ഘോര സമരത്തിന് വിധേയരായി. പുരുഷന്മാരെ ഒന്നടങ്കം വധിക്കുവാൻ ടൈറ്റസ് കൽപ്പന പുറപ്പെടുവിച്ചു. ഏകദേശം 13,56,000 യഹൂദന്മാർ ചരിത്രകാരന്മാരുടെ കണക്കിൽ ആ സമയത്ത് മരണപ്പെട്ടു. 97,000 പേരെ അടിമകളായി വിൽക്കുവാൻ ഈജിപ്തിലെ അടിമച്ചന്തകൾ വിട്ടു. സുന്ദരരും ആരോഗ്യവാന്മാരുമായ 700 പേരെ തന്റെ ജൈത്രയാത്രയ്ക്കായി മാറ്റി നിർത്തി. എന്നാൽ ഈജിപ്തിലെ അടിമച്ചന്തകളിൽ വിട്ടവരെ അവിടെ വിലയ്ക്ക് മേടിക്കുവാൻ ആളില്ലാതെ, അഥവാ ഒരു വേശ്യയുടെ കൂലി കൊടുത്തു പോലും എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ശരാശരി 100 രൂപ നമുക്ക് കണക്കൂട്ടാം. ഒരു വേശ്യയുടെ കൂലി അത്രയൊന്നും കണക്കൂട്ടാം. ഞാൻ എന്റെ കണക്കൂട്ടലാണ്, അന്നത്തെ വേശ്യയുടെ കൂലി എത്രയെന്ന് എനിക്കറിയത്തില്ല. ഒരു വേശ്യയുടെ കൂലി ചരിത്രകാരന്മാർ അങ്ങനെയാണ് പറയുന്നത്. ഒരു വേശ്യയുടെ കൂലി കൊടുത്തു പോലും ഒരു യഹൂദനെ മേടിക്കുവാൻ ആളില്ലാതെ വന്നപ്പോ ആവർത്തന പുസ്തകത്തിൽ ഞാൻ നേരത്തെ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച വാക്യം അവിടെ നിവൃത്തിയാകുന്നു. നിങ്ങളെ അടിയന്മാരും അടിയാത്തികളുമായിട്ട് അടിമച്ചന്തകളിൽ നിർത്തും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങുവാൻ ആളില്ലാതെ വരുമെന്ന് പറഞ്ഞ പ്രവചനം ഇവിടെ നിവർത്തിക്കപ്പെട്ടു. എന്നാൽ AD 65 അവിടെ രാജാധികാരവും, AD 70 അവരുടെ ദൈവാലയവും, AD 135 അവിടെ രാജ്യവും അവർക്ക് നഷ്ടമായി. പിന്നെ ഒരിക്കൽ ഉദിക്കുവാനായി ഈ സൂര്യൻ അസ്തമിച്ചു. കാലം വളരുന്നു. ഏകദേശം AD 306 മുതൽ 327 വരെ റോമിന്റെ ചക്രവർത്തിയായി കോൺസ്റ്റാന്റിയൻ അധികാരമേറ്റു. ഈ മനുഷ്യൻ ക്രിസ്ത്യാനിയായി മതം മാറിയതോടുകൂടെ, മനം മാറാതെ മതം മാറിയതോടുകൂടെ ഇതിനോട് വിസമ്മതം കാണിച്ചതായി യഹൂദന്മാരെ ആക്രമിക്കുന്നത് അദ്ദേഹം പതിവാക്കി. AD 571 ജനിച്ച മുഹമ്മദ് സ്ഥാപിച്ച ഇസ്ലാം യുക്തസക്തമായിരുന്നു. ആദ്യ ഖലീഫയായി 632 നിയമിക്കപ്പെട്ടതായ അബൂബക്കർ തുടർച്ചയായി നടത്തിയ യുദ്ധങ്ങളിലൂടെ ജനങ്ങളെ വാൾ ഉപയോഗിച്ച് മതം മാറ്റിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് യഹൂദ മതത്തിന്റെ ആശയവും പശ്ചാത്തലവും അംഗീകരിച്ചുകൊണ്ട് സ്വന്തം മതത്തിന് ആശയം നൽകിയ, രൂപം നൽകിയ മുഹമ്മദ് നബിയെ പ്രവാചകനായി അംഗീകരിക്കാത്ത കുറ്റം ചുമത്തി അനേകം യഹൂദന്മാർ ഈ സമയത്തും ആക്രമിക്കപ്പെട്ടു. കാലം കുറച്ചുകൂടി വളർന്നു. 1076 പാലസ്തീൻ കീഴടക്കിയ സെൻകുജാതിക്കാർ ക്രൈസ്തവ സന്ദർശകരെ പീഡിപ്പിച്ചത് കുരിശുയുദ്ധത്തിന് വഴിതെളിച്ചു. 1095 അർബൻ രണ്ടാമൻ മാർപ്പാപ്പ കുരിശുയുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. 97 മുതൽ 1367 വരെ കുരിശുയുദ്ധ കാലഘട്ടമാണ്. 1099 കുരിശുയുദ്ധ വീരന്മാരിൽ അഗ്രഗണ്യനായിരുന്ന ഗോഡ്ഫറിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കുരിശുയുദ്ധ വീരന്മാർ യെരുശലേമിൽ പ്രവേശിക്കുകയും അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെ ഓടിച്ചവരുടെ സിനഗോഗുകളിലേക്ക് കയറ്റുകയും അവരെ സിനഗോഗുകളിൽ വെച്ച് ജീവനോടെ തീ കൊളുത്തി കൊല്ലുകയും ചെയ്തു. അവിടെ സമ്പത്തുകളെല്ലാം കണ്ടുകെട്ടി. 1100 യെരുശലേമിൽ ഒരു ലത്തീൻ രാജവംശം സ്ഥാപിതമായി. 1120 ഇംഗ്ലണ്ടിൽ നിന്ന് യഹൂദന്മാരെ തുടച്ചു മാറ്റി. 1190 യോർക്ക് കോട്ടയിൽ നടന്ന കൂട്ടക്കൊലയിൽ ആയിരക്കണക്കിന് യഹൂദന്മാർ കൊല്ലപ്പെട്ടു. ഹെൻറി രണ്ടാമൻ, റിച്ചാർഡ് ഒന്നാമൻ, എഡ്വാർഡ് ഒന്നാമൻ എന്നിവർ ഇംഗ്ലണ്ടിൽ നിന്ന് പൂർണ്ണമായി അവരെ തുടച്ചു മാറ്റി. തുടർന്ന് 4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് സുവിശേഷം പ്രചരിച്ചതിനെ തുടർന്നത്രേ യഹൂദന്മാർക്ക് ഇംഗ്ലണ്ടിൽ വീണ്ടും സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടിയത്. ഇടയ്ക്കുള്ള മർദ്ദന കാലഘട്ടത്തെ ഞാനങ്ങ് വിട്ടുകളയുക. 1894 ആൽഫ്രഡ് ഡേവിഡ് എന്ന ഫ്രഞ്ച് ഉദ്യോഗസ്ഥൻ യഹൂദന്മാർ ജർമ്മനിക്ക് യുദ്ധരഹസ്യങ്ങളെ ചോർത്തിക്കൊടുക്കുന്നു എന്ന കുറ്റം ചുമത്തി ഫ്രാൻസിൽ യഹൂദ വിരോധം ആളിപ്പടർന്നു. ആയിരക്കണക്കിന് യഹൂദന്മാർ കൊല്ലപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തു. പിന്നെയും പോളണ്ടിൽ യഹൂദ ജനതയ്ക്കുണ്ടായ പീഡ വളരെ അവിചാര്യമാണ്. കെസാക്ക് വിപ്ലവത്തിന്റെ ഫലമായി 10 വർഷത്തിനിടയ്ക്ക് 1,00,000-ൽ പരം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. പേശ്യാവി വർദ്ധിക്കുന്ന മഞ്ഞ ടിക്കറ്റ് ഇല്ലാതെ ഒരു യഹൂദ വനിതയ്ക്ക് നഗരങ്ങളിലോ യൂണിവേഴ്സിറ്റി സെന്ററുകളിലോ താമസിക്കുവാൻ അനുവാദം
തമ്മിലായിരുന്നു. 1870 ജർമ്മനിയിൽ യഹൂദ വിരോധം പൊട്ടിപ്പുറപ്പെട്ടു. 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധം. ഈ സമയത്തും ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ച ജനത യഹൂദ ജനതയാണ്. അന്ന് റഷ്യയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരെ റഷ്യൻ അന്നത്തെ സൈനിക മേധാവികൾ സൈന്യവ്യൂഹത്തിന്റെ മുൻപന്തിയിൽ യഹൂദന്മാരെ തള്ളിവിടുകയും അനേകം നിർവ്യാപ്തമായി തീരുകയും ചെയ്തു. 1938 ജർമ്മനിയിൽ ഹിറ്റ്ലർ യഹൂദ വിരോധം അഴിച്ചുവിട്ടു. ആയിരക്കണക്കിന് യഹൂദന്മാരെ തടങ്കൽ പാളയങ്ങളിലേക്ക് അയച്ചു. 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധം. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് നാസി കിങ്കരന്മാരുടെ സഹായത്തോടുകൂടി ഹിറ്റ്ലറുടെ ഉദ്ദേശം യഹൂദ ജാതിയെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കുകയായിരുന്നു. ഏകദേശം 62 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. ആയിരക്കണക്കിന് പേരെ ചെമ്പറകളിൽ അടയ്ക്കുകയും അനേകരെ വാൾനിരയാക്കി തീർക്കുകയും അനേകരെ ഈർച്ചവാളിനാരിയുകയും ഇങ്ങനെ ചുരുക്കി പറഞ്ഞ 62 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. ഇങ്ങനെ ഈ സമയത്ത് പേടിച്ച് ഭൂമിയുടെ നാനാ കോടുകളിലും ഓടി ഒളിച്ചതായ യഹൂദ ജനത സ്വന്തമെന്ന് അവകാശപ്പെടുവാൻ ഒരു സൂചി ഊന്നത്തക്ക സ്ഥലമോ സ്വന്തമെന്ന് അവകാശപ്പെടുവാൻ തങ്ങളൊരു ജാതിയെന്നോ പറയാൻ കഴിയാതെ ചിതറിക്കിടക്കുന്ന സമയത്ത് എന്റെ ദൈവത്തിന്റെ വചനം പറയുകയാണ്. വായിച്ചാട്ടെ. യെശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം, യെഹെസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായം 17-ാമത്തെ വാക്യം, ഇരമ്യ പ്രവചനം 30-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഇരമ്യ പ്രവചനം 32-ാം അധ്യായം 43-44 വാക്യങ്ങൾ. ഈ വാക്യങ്ങളെ നിങ്ങൾ ഒന്ന് ശ്രദ്ധ വെച്ച് കേൾക്കണമേ. സ്വന്തമെന്ന് പറയുവാൻ ഒരു സൂചി ഊന്നത്തക്ക സ്ഥലം യഹൂദനില്ല. യഹൂദ ജാതി അല്ലെങ്കിൽ ഇസ്രായേൽ ജാതി എന്ന് പറയുവാൻ ഒരു ജാതിയുമില്ല. ഭൂമിയുടെ നാനാ കോണുകളിൽ ഓടി ഒളിച്ച് അജീവന് വേണ്ടി ഓടി ഒളിച്ച ഈ ജനത്തെ കുറിച്ച് ദൈവം എന്ന് പറയുന്നു. വായിച്ചാട്ടെ. യെശയ്യാപ്രവചനം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. കാരണം കരുവേലകം വെട്ടിയിട്ടിട്ട് കുറ്റി അവശേഷിക്കുമ്പോൾ അതിൽ നിന്ന് മുള പൊട്ടുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കുമെന്നുള്ള പ്രവാചക സൂക്തം നിവർത്തിക്കപ്പെടുകയാണ്. ഇത്രയേറെ കൊന്നൊടുക്കിയിട്ടും ഈ ലോക ചരിത്രത്തിൽ തകർന്നു പോകാതെ നിൽക്കുന്ന ഒരു ജാതി ഉണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന ഈ ജാതി അല്ലാതെ മറ്റൊന്ന് ലോകത്തിലില്ല. കഴിഞ്ഞ 1500 വർഷത്തെ ചരിത്രമെടുത്ത 150-ൽ പരം പ്രാവശ്യം ഈ ജാതി ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാം വിശദീകരിക്കുവാൻ എന്റെ മുമ്പിൽ സമയപരിമിതി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിട്ടുകളയുകയാണ്. വളരെ ചുരുക്കമായ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു. 2 യെഹെസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെഹെസ്കേൽ പ്രവാചകൻ 11-ാം അധ്യായം 17-ാമത്തെ. ആകയാൽ നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന ദേശത്ത് നിങ്ങളെ ശേഖരിച്ചു കൊണ്ടുവന്ന് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. ഇസ്രായേൽ ദേശം തന്നെ തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഇസ്രായേൽ ദേശം ആരൊക്കെ പിടിച്ചെടുത്താലും അത് അവർക്ക് കിട്ടത്തില്ല. കാരണം അത് യഹൂദന്റെ അവകാശ ദേശമാണ്. ഞാൻ നേരത്തെ വെളിപ്പെടുത്തിയ വംശപിതാവായ അബ്രഹാം ഇവിടെ ദൈവിക വാക്തത്വ പ്രകാരം അവകാശം പ്രാപിച്ച ദേശമാണ്. കുറച്ചുകൂടി കാലം മുന്നോട്ട് വന്നപ്പോൾ യെരൂശലേം എന്ന പട്ടണത്തെ ദാവീദ് രാജാവ്, ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിരിക്കുന്ന ദാവീദ് യബൂസ്യനായ ഓനാനോട് വില കൊടുത്ത് മേടിച്ച ദേശമാണ്. പിന്നെയും തീർന്നില്ല. ഇവിടെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ അവതാരം ചെയ്തത്. ഇവിടെ വെച്ചാണ് യേശു പാപികൾക്ക് പാപമോചനത്തിന്റെ ഉറവയായ ക്രൂശിൽ വെച്ച് നമുക്ക് വേണ്ടി ആ ഉറവയെ തുറന്നു തന്നത്. ഇവിടെ വെച്ചാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തത്. ഇവിടെയാണ് അവൻ ഇനിയും മടങ്ങി വരാൻ പോകുന്നത്. ഇനിയും വിശുദ്ധ ബൈബിൾ പറയുന്നു, മത്തായി 5:35, അത് മഹാരാജാവിന്റെ പട്ടണം. ഇനിയും സങ്കീർത്തനം 137 5-ാമത്തെ വാക്യം പറയുന്നു, യെരൂശലേമേ, ഞാൻ നിന്നെ മറന്നു പോകുന്നുവെങ്കിൽ എന്റെ വലം കൈ മറന്നു പോകട്ടെ എന്ന് പറഞ്ഞാൽ ദൈവവും ഇസ്രായേലും മറക്കാത്ത ദേശമാണ് യെരൂശലേം. ഈ യെരൂശലേമിൽ അവർ മടങ്ങി വന്നേ തീരത്തുള്ളൂ. ഇവിടെ നോക്കണം സഹോദരങ്ങൾ, യിരെമ്യാവ് 30:3 യിരെമ്യാവ് 32:44 കൂടി ഒന്ന് വായിച്ചിട്ട് ഞാൻ അവരുടെ മടങ്ങി വരവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പോവുകയാണ്. ഞാൻ ഇസ്രായേലും യഹൂദയുമായ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ജനത്തിന്റെ പ്രവാസം മാറ്റും. അതിന്റെ 32:44 കൂടി വായിച്ചത്. വായിച്ച സമയം എത്തുന്നുണ്ട്, എല്ലാം വായിക്കാം. 43-44 വായിച്ചത്. മനുഷ്യനും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്നു. മനുഷ്യനും
മൃഗവുമില്ലാതെ ശൂന്യമായി തീർന്ന തന്റെ ദേശത്തിൽ കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് ഇന്ന് കൽദയുടെ കയ്യിൽ അഥവാ ബാബിലോണിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങളെ വിലയ്ക്ക് മേടിക്കും. ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുന്നത് കൊണ്ട് ബെന്യാമീൻ ദേശത്തും യെരുശലേമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും യഹൂദ പട്ടണങ്ങളിലും മലനാട്ടിലെ പട്ടണങ്ങളിലും താഴ്വരയിലെ പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും ആളുകൾ നിലങ്ങളെ വിലയ്ക്ക് മേടിച്ച് ആധാരങ്ങൾ എഴുതി മുദ്രയിട്ട് ഇനിയും ഈ രാജ്യം അവർക്ക് സ്വന്തമായി തീരും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. മടങ്ങി വരവിനെ വെളിപ്പെടുത്തുക. 1894 റഷ്യയിലെ ട്രൈപ്പസിന്റെ കുറ്റവിചാരണ കോടതിയിൽ നൂഫ്രീ പ്രസ് എന്ന വിയനീസ് പത്രത്തിന്റെ പ്രതിനിധിയായി എത്തിയിരുന്ന മനുഷ്യനാണ് ഹെർസലിൻ എന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഒരു ലഘുലേഖ ലഭിച്ചു. അത് എങ്ങനെ എഴുതിയിരിക്കുന്നു? കൊല്ലുക, യഹൂദനെ കൊല്ലുക, കാണുന്നിടത്ത് യഹൂദനെ കൊല്ലുക. യഹൂദനായ ഹെർസലിൻ ഈ പേപ്പർ വായിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചു, എന്റെ ജനം, എന്റെ പൂർവികർ ഇങ്ങനെ തകർന്നടിയുവാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ട് എന്റെ ജനം ഇങ്ങനെ നശിക്കുന്നു? അവർ ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ ജാതിയെ രക്ഷിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ റഷ്യയിൽ ഉണ്ടായിരുന്ന കുറച്ച് യഹൂദന്മാരെ എല്ലാം കൂട്ടി അദ്ദേഹം ഒരു ചെറിയ പ്രസ്ഥാനം ഉണ്ടാക്കി. അതാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. എന്നാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന യഹൂദ പ്രധാനികളിൽ പലരും റഷ്യയിലെ മാസ്കലിൽ വെച്ച് ഇതിന്റെ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്നു. കാരണം ലോക നേതാക്കൾ വീണ്ടും തങ്ങളെ ശ്രദ്ധിക്കുമെന്നും ലോകത്തിൽ വീണ്ടും ഹിറ്റ്ലറുടെ കാലത്ത് സംഭവിച്ചതുപോലത്തെ ഒരു മഹാസംഹാരം ഇനിയും തങ്ങളുടെ മേൽ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടതായ യഹൂദന്മാർ അതിൽ നിന്ന് വിസമ്മതിച്ച് മാറി നിന്നു. എന്നാൽ സിയോണിസ്റ്റ് പ്രസ്ഥാനം വഴി യഹൂദന്മാർ 1, 2, 3 എന്ന് പാലസ്തീനിൽ കുടിയേറുവാൻ തുടങ്ങി. കാലം അങ്ങോട്ട് വളർന്നു. 1903 വന്നപ്പോഴേക്ക് പാലസ്തീനിൽ യഹൂദന്മാരുടെ എണ്ണം 25,000. ഏകദേശം 15ാം ശതകം മുതൽ 500 വർഷ കാലഘട്ടം ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലായിരുന്നു യെരുശലേം. ഈ സമയത്ത് ഭരണകർത്താക്കൾ സിയോൺ സംഘം. അതിലെ ഭരണകർത്താവായിരിക്കുന്നത് ഹുസൈൻ. ഈ ഹുസൈന്റെ അടുക്കൽ യഹൂദന്മാരിൽ നിന്ന് ഒരു കൂട്ടം മുതിർന്ന ആൾക്കാർ കടന്നു പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ഉറങ്ങുന്ന മണ്ണാണ് പാലസ്തീൻ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഒരു അവകാശം തരണം. വെറുതെ വേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ ദേശം ഞങ്ങൾക്ക് വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടി മാത്രം തിരിച്ചു തന്നാൽ നിങ്ങൾ ചോദിക്കുന്ന കാശ് ഞങ്ങൾ തന്നുകൊള്ളാം. അന്ന് ഹുസൈൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, നൈൽ നദിയിലെ വെള്ളം തുർക്കിയിലോട്ട് ഒഴുകുന്ന ഒരു കാലം വന്നാൽ നിങ്ങൾക്ക് രാജ്യം തരാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് താഴോട്ട് ഒഴുകുന്ന വെള്ളം മുകളിലോട്ട് ഒഴുകുന്ന ഒരു കാലം വരണമെന്ന് പറഞ്ഞാൽ നടക്കുമോ സഹോദരങ്ങളെ? ഇല്ല. ഈ വാക്കുകളിൽ ആകപ്പാട് വിഷണരായ യഹൂദന്മാർ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ പുറപ്പെട്ടു പോയി. 1904 വന്നപ്പോൾ ഹെർസലിൻ മരിച്ചു. ആ സ്ഥാനത്ത് ഡോക്ടർ ചൈൽസ്മാൻ റോത്ത്ചൈൽഡ് ആ ഭാഗത്ത് പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ടു. ഇദ്ദേഹം വലിയൊരു ധനാഢ്യനും ബുദ്ധിമാനും അതുപോലെ ഒരു ശാസ്ത്രജ്ഞനുമായിരുന്നു. 1908 വന്നപ്പോഴേക്ക് യഹൂദന്മാർക്ക് പാലസ്തീനിൽ പാർലമെന്റ് അംഗത്വം ലഭിച്ചു. ഈ സമയത്ത് പാരീസിലെ ബാങ്കറായിരുന്ന എഡ്മണ്ട് തോറസിന്റെ സഹായത്തോടുകൂടി അനേകം യഹൂദന്മാർ പാലസ്തീനിൽ കുടിയേറി. അവർ അവിടെ സ്ഥലങ്ങൾ വിലയ്ക്ക് മേടിക്കുന്നതിന് ഫണ്ട് ശേഖരണം നടത്തി. വില കൊടുത്ത് മേടിച്ചു കിട്ടിയ സ്ഥലങ്ങളെ അവർ കാർഷിക കോളനികളായിട്ട് സ്ഥാപിച്ചു. ഈ ഒന്നുകൂടി ഞാൻ എടുത്തു പറയട്ടെ. ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഒരു സമയത്താണ് പ്രവാചകനായ യെഹെസ്കേൽ 37-ാം അധ്യായത്തിൽ ഒരിക്കൽ പ്രവാചകനെ വിളിച്ചിട്ട് ദൈവമായ യഹോവ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. 37-ാം അധ്യായം. അതിന് നമ്മുടെ ഇന്നത്തെ ആൾക്കാർ പറയുന്നത്, ഇതുപോലെ ചിതറിക്കിടക്കുന്ന നിന്റെ ഇല്ലായ്മയെ ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നിന്നെ കൊണ്ടുവന്നങ്ങ് നിറയ്ക്കാൻ പോകുന്നു ആണ് ഇന്നത്തെ ആളുകൾ പ്രസംഗിച്ച് പഠിപ്പിക്കുക. എന്നാൽ ഇതൊന്നും അല്ല, അതൊരു ചരിത്ര സത്യമാണ്. കാരണം യഹൂദ ജാതി അസ്ഥി കഷ്ണങ്ങളായി ഭൂമിയുടെ നാനാ കോണുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ നടന്ന ആക്രമണം മുഖാന്തരം അവരൊരു ജാതി എന്ന് പറയുവാൻ കഴിയാത്ത രൂപത്തിൽ, 2 അവർക്ക് ത്വക്കില്ല, അവർക്ക് മാംസമില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ ശക്തിയില്ലാത്തവർ ഇങ്ങനെ ചിതറി അസ്ഥികളായി കിടന്ന് ഈ അസ്ഥിക്കൂട്ടത്തെ കാണുവാൻ പ്രവാചകൻ ഒരു താഴ്വരെ കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു, പ്രവാചക നീ എന്ത് കാണുന്നു? അത് ഒരു അസ്ഥിക്കൂട്ടം കാണുന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നു, അത് നീ അറിയുന്ന കർത്താവേ, നീ കാറ്റിനോട് പ്രവചിക്ക എന്ന് പ്രവാചകനോട് ദൈവം പറയുന്നു. പ്രവാചകൻ കാറ്റിനോട് പ്രവചിച്ചപ്പോ പെട്ടെന്ന് ഒരു മുഴക്കമുണ്ടായി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് വന്ന് ചേർന്നു. പിന്നെ ആ അസ്ഥികളുടെ മേൽ
ത്വക്ക് പിടിച്ചു, മാംസം ധരിച്ചു, അവ ഒരു ജാതിയായി തീർന്നു. ഇതാണ് തകർന്നു കിടക്കുന്ന ഇസ്രായേലിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പ്രവാചകൻ കണ്ട് പ്രവചിച്ചത്. ഇത് നിവർത്തിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ലോകത്തിൽ ഒരു മുഴക്കമുണ്ടാകണം. 2, ലോകത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടാകണം. ആ മുഴക്കമാണ് ഒന്നാം ലോക മഹായുദ്ധം. 1914 മുതൽ 18 വരെ ഒന്നാം ലോക മഹായുദ്ധം നടന്നു. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ യഹൂദന്മാർ ബ്രിട്ടനെ സഹായിച്ചു. 1917 ജനറൽ അല്ലവിയുടെ നേതൃത്വത്തിൽ ഇടിച്ച് കയറി വന്നതായ ബ്രിട്ടീഷ് പട പാലസ്തീനിൽ പ്രവേശിച്ചപ്പോ ഈ പടയെ കണ്ടുകൊണ്ട് ഭയന്ന് പരവശരായ സിയോൺ സംഘം തോൽവി സമ്മതിച്ചു. ബ്രിട്ടന്റെ കയ്യിൽ പാലസ്തീൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ അന്ന് ഇടിച്ച് കയറി വന്നതായ ബ്രിട്ടീഷ് പടയാളികൾ വാസ്തവത്തിൽ അങ്ങ് തുർക്കിയിലോട്ട് കുടിയേറിപ്പോയതായ ഈ ജനത്തിന് കുടിക്കുവാൻ ശുദ്ധജലമില്ലാതെ വന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നൈൽ നദിയിലെ വെള്ളത്തെ തുർക്കിയിലോട്ട് ഒഴുകിച്ചു. ഹുസൈൻ ചോദിച്ചു, നൈൽ നദിയിലെ വെള്ളം തുർക്കിയിലോട്ട് ഒഴുകുമോ? അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നിങ്ങൾക്ക് രാജ്യം തരാമെന്ന്. എന്നാൽ പ്രിയ സ്നേഹിതരെ, ബ്രിട്ടീഷ് സൈന്യത്തെ കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് തുർക്കിയിലോട്ട് നൈൽ നദിയിലെ വെള്ളത്തെ ഒഴുക്കിച്ച ഒരു ദൈവം ഇന്ന് പകൽക്കാലം ജീവിക്കുന്നു. അതാണ് യഹൂദന്റെ ദൈവം. അങ്ങനെ ലോകത്തിന്റെ മുഴക്കമുണ്ടായി. എന്നാൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ വിജയത്തിന് സഹായിച്ചത് യഹൂദ നേതാവായിരുന്ന റോൾ ചൈൽഡ് കണ്ടുപിടിച്ചതായ അന്നത്തെ കൃത്രിമ വെടിമരുന്നാണ്. ഈ വെടിമരുന്ന് കൊണ്ടാണ് അവർ രാജ്യങ്ങളെ പിടിച്ചടക്കിയത്. ഈ സേവനത്തിനുള്ള ഒരു ഉപകാരം നൽകുവാൻ തയ്യാറായ ബ്രിട്ടനോട് യഹൂദൻ ആവശ്യപ്പെട്ടത് തന്റെ ദേശീയ ഭവനമാണ്. അങ്ങനെ 1917 നവംബർ മാസം 7-ാം തീയതി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജെയിംസ് ബാൽഫർ യഹൂദന്മാർക്ക് കത്തിന്റെ രൂപത്തിൽ എഴുതി നൽകുന്ന ഓർഡറാണ് ബാൽഫർ വിളംബരം. ഈ വിളംബരം നടപ്പായതോടുകൂടി യഹൂദന്മാർക്ക് പാലസ്തീനിൽ സ്വാതന്ത്ര്യമുണ്ടായി. പക്ഷേ ഈ സമയത്ത് പാർസി രാജ്യങ്ങൾ ഭീകരവാദികളെ ഇളക്കിവിട്ട് യഹൂദന്മാരെ ആക്രമിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഭീകര പ്രവർത്തനത്തെ കണ്ടതായ ബ്രിട്ടൻ ഈ ബാൽഫർ വിളംബര കാലത്തുള്ളതായ മനോഭാവം മാറ്റി ചവിട്ടുവാൻ തുടങ്ങി. 1939 മുതൽ 45 വരെ നടന്ന 2ാം ലോക മഹായുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി പോയ യഹൂദനെ കണ്ടുകൊണ്ട് മാറത്തടിക്കുന്ന അമേരിക്കയുടെ പുത്രരാജ്യം എന്നാണ് ചരിത്രകാരന്മാർ വിളിക്കുന്നത് ഇസ്രായേലിനെ. ഇങ്ങനെ തകർന്നു കിടക്കുന്ന ഇസ്രായേലിനെ കണ്ടുകൊണ്ട് മനം മടുത്തതായ അമേരിക്ക ബ്രിട്ടനോട് കൽപ്പിച്ചു, യഹൂദന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. 1947 ഫെബ്രുവരി മാസം 25-ാം തീയതി ബ്രിട്ടനോട് അമേരിക്ക പ്രഖ്യാപിക്കുമ്പോൾ ബ്രിട്ടൻ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഈ വിഷയം ഐക്യരാഷ്ട്ര സംഘടനയിൽ അവതരിപ്പിക്കും. 1947 മെയ് മാസം 15-ാം തീയതി ഐക്യരാഷ്ട്ര സംഘടനയിൽ ബ്രിട്ടൻ ഈ വിഷയം അവതരിപ്പിച്ചപ്പോ അന്നത്തെ ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിനുശേഷം അവരൊരു തീരുമാനമെടുത്തു, പാലസ്തീൻ 2ആയിട്ട് കീറണം. ഒരു ഭാഗം അറബികൾക്ക് കൊടുക്കണം, ഒരു ഭാഗം യഹൂദന് കൊടുക്കണം. യെരുശലേം ഒരു അന്താരാഷ്ട്ര ഭരണത്തിന്റെ കീഴിലാക്കണം. യഹൂദന്മാർ അതിനെ സ്വാഗതം ചെയ്തു. 1947 നവംബർ മാസം 29-ാം തീയതി 13-നെതിരെ 33 വോട്ടുകളോടുകൂടി വിഭജന പദ്ധതി അംഗീകരിച്ചു. ഫ്രാൻസും അമേരിക്കയും ബ്രിട്ടനും അതുപോലെ റഷ്യയുമെല്ലാം യഹൂദന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. യഹൂദന്മാർ അതിനെ സ്വാഗതം ചെയ്തു. 1948 മെയ് മാസം 14-ാം തീയതി വന്നപ്പോ ബ്രിട്ടൻ പ്രഖ്യാപിച്ചു, ഇന്ന് രാത്രി ഞങ്ങൾ പാലസ്തീനിലെ മാൻഡേറ്റ് വിട്ടൊഴിയും, നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെ പിടിച്ചെടുക്കാം. എന്നാൽ പ്രിയ സ്നേഹിതരെ, ഈ വിളംബരം പുറപ്പെട്ടത് മുതൽ പാർസി രാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് ലബാനോനും സിറിയയും പേർഷ്യയും അതുപോലെ ഈജിപ്തുമെല്ലാം ഒന്നിച്ചു നിന്ന് ഏകദേശം 35,000-ൽ പരം പടയാളികൾ യഹൂദന്മാരെ ആക്രമിക്കുകയാണ്. ഈ ആക്രമണങ്ങളുടെ നടുവിൽ തന്നെ 1948 മെയ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷ് സൈന്യം പാലസ്തീനിലെ മാൻഡേറ്റ് വിട്ടൊഴിഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് തന്നെ ഡേവിഡ് ബെൻ-ഗുറിയോൻ പുതിയ രാഷ്ട്രപതി പ്രഖ്യാപിച്ചു. ഡേവിഡ് ബെൻ-ഗുറിയോൻ ആദ്യ പ്രധാനമന്ത്രിയും ഡോക്ടർ ചെൽസുമാൻ ആദ്യ പ്രസിഡന്റുമായിരുന്നു. പ്രവാചകനായ യെശയ്യാവ് അന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഈ വക ആര് കണ്ടിട്ടുണ്ട്, ഈ വക ആര് കേട്ടിട്ടുണ്ട്? യെശയ്യാ 60:8. ഒരു രാജ്യം ഒരു ദിവസം കൊണ്ട് ജനിക്ക് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിച്ചു വീഴുമോ? അതെ, ഒരു രാഷ്ട്രം ഒരു ദിവസം കൊണ്ട് പിറന്നു, ഒരു ജാതി ഒന്നായിട്ട് ജനിച്ചു. അവിടെ ജീവനുള്ള ഒരു ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുവാനിടയ. എന്നാൽ പറയട്ടെ സഹോദരങ്ങളെ, 14-ാം തീയതി രാഷ്ട്രം ഉടലെടുത്തു. എന്നാൽ പിറന്നു വീണതായ ഇസ്രായേൽ രാഷ്ട്രമെന്ന കുട്ടി കേട്ടുണരുന്നത് ഈജിപ്ത് വിമാനങ്ങൾ വർഷിപ്പിച്ച് തള്ളുന്ന ബോംബുകൾ പൊട്ടുന്ന ശബ്ദമായിരുന്നു. 14-ന് രാജ്യം ഉടലെടുത്തു. 15 മുതൽ
ജൂൺ 11 വരെ നീണ്ടുനിന്ന ഘോര യുദ്ധം. ജൂൺ 11 അമേരിക്കയുടെ ഇടപെടൽ മുഖാന്തരം താൽക്കാലിക വെടിനിർത്തൽ. വീണ്ടും ജൂലൈ 9 മുതൽ 18 വരെ നീണ്ടുനിന്ന ഇസ്രായേൽ അറബ് യുദ്ധം. ഈ യുദ്ധത്തില് യഹൂദന് ജയം. കാരണം അന്നേക്ക് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകന് ബിലയാം പ്രവചിച്ചു. മരുഭൂമിയിൽ കൂടി കടന്നു വരുന്ന ജനത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളോടൊപ്പം അവർ എണ്ണപ്പെടുന്നില്ല, അവിടെ നടുവിൽ അവിടെ ദൈവമുണ്ട്, അതുകൊണ്ട് രാജഗോലകലം അവിടെ നിന്ന് പുറപ്പെടുന്നത് തീർന്നില്ല. ഇവൻ കാട്ടുപോത്തിന്റെ ശക്തി ഉള്ളവൻ. ആ കാട്ടുപോത്തിന്റെ ശക്തി സർവശക്തനായ ദൈവം തന്റെ ജനത്തിന് നൽകി. ജൂലൈ മാസം 18-ാം തീയതി യുദ്ധം അവസാനിച്ചപ്പോ അനേക സ്ഥലങ്ങൾ, തങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അവർ പിടിച്ചെടുത്തു. പിന്നെ താൽക്കാലിക വെടിനിർത്തൽ, തൽക്കാല സമാധാനം. പക്ഷേ ഇതുകൊണ്ട് ഇസ്രായേൽ രാഷ്ട്രത്തിന് ദൈവം ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടില്ല. ദൈവം ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കപ്പെടണമെങ്കിൽ യെരൂശലേം അവർക്ക് സ്വന്തമാകണം. തീർന്നില്ല, യെരൂശലേം അവിടെ തലസ്ഥാനമാകണം. എങ്കിലേ അത്തി തളിർക്കത്തുള്ളൂ. കാലം കുറച്ചുകൂടി വളർന്നു അങ്ങോട്ട് 1967 മെയ് മാസം 26-ാം തീയതി വന്നപ്പോഴേക്ക് ഈജിപ്ഷ്യൻ ഭരണകർത്താവായിരുന്ന നാസർ പ്രഖ്യാപിച്ചു, യഹൂദൻ എന്ന ജാതി ഭൂമിക്ക് ശാപമാണ്. ഈ യഹൂദ ജാതിയെ ഹിറ്റ്ലർ കൊന്നതിനും എത്രയോ മടങ്ങായിട്ട് ഞങ്ങൾ കൊല്ലും. പാലസ്തീനിൽ യഹൂദനെ കാലൂതുവാൻ സ്ഥലം കൊടുക്കത്തില്ല. യഹൂദന്റെ കരൽ പറിച്ചെടുത്ത് ആകാശത്തിലെ പറവകൾക്ക് വിശപ്പടക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ സൈന്യവ്യൂഹത്തെ കൂട്ടി. ഏകദേശം 1,45,000-ൽ പരം പടയാളികൾ നാസറിന്റെ കീഴിൽ അണിനിരന്നു. മറ്റ് രാജ്യങ്ങളെല്ലാം അവരെ സഹായിച്ചു. ചരിത്രകാരന്മാർ പറയുന്നു, മറ്റു രാഷ്ട്രങ്ങളുടെ സപ്പോർട്ട് അടക്കം ഏകദേശം 4.5 ലക്ഷം പടയാളികൾ അവിടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഈ സമയത്ത് യഹൂദന്മാർ എണ്ണി നോക്കിയപ്പോ ഏകദേശം 14,500 പടയാളികൾ അവിടെ നടുവിലുണ്ട്. ഈ വലിയ പുരുഷാരത്തെ കണ്ടുകൊണ്ട്, വലിയ സൈന്യവ്യൂഹത്തെ കണ്ടുകൊണ്ട് ഭയന്ന് പരവശരായിരിക്കുന്ന യഹൂദ പട്ടാളത്തുകാരെ നോക്കിക്കൊണ്ട് യഹൂദ റബിമാർ സങ്കീർത്തനം 68 വായിച്ച് അവരെ കേൾപ്പിച്ചു. ഇതോടെ പടയാളികൾ ഉറപ്പുള്ളവരായി തീർന്നു. തീർന്നില്ല. ആവർത്തന പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെ എഴുതിയിരിക്കുന്ന വാക്യം അവരെ വായിച്ച് ബലപ്പെടുത്തി. ഒന്ന് വായിച്ചാൽ തെറ്റില്ല. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 1 തുടങ്ങി അതിന്റെ 4 വരെയുള്ള വാക്യങ്ങൾ. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉണ്ട്. നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ച്, ഇസ്രായേലെ കേൾക്കാം, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു. അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങി പോകരുത്, അവരെ കണ്ട് ഭ്രമിക്കുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് അവരോട് പറയണം. വാക്യം ഒന്ന് കേൾക്കണമേ. നിങ്ങൾ ആ ശത്രു സൈന്യത്തെ കണ്ട് ഭയപ്പെടരുത്, അധൈര്യപ്പെടരുത്, നടുങ്ങിപ്പോകരുത്. നിങ്ങളോട് കൂടെ നിൽക്കാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ഉണ്ട്. ദൈവം തെരഞ്ഞെടുത്ത തന്റെ ജനത്തെ ഉപേക്ഷിക്കുവാൻ അവന് കഴിയുമോ? ഇല്ല. സങ്കീർത്തനക്കാരൻ 137:5 പറഞ്ഞു, ഞാൻ യെരൂശലേമിനെ മറന്നു കളയുന്നുവെങ്കിൽ എന്റെ വലം കൈ മറന്നു പോകട്ടെ. ദൈവം മറക്കാത്ത ജനത. പ്രിയ സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് ഏകദേശം 4 ലക്ഷത്തോളം വരുന്ന സൈന്യം, 1,45,000 പേർ മുൻപന്തിയിലുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുവാൻ പുറകാലം ഈ പറയപ്പെട്ട 3 ലക്ഷത്തോളം വരുന്ന സൈന്യം. എന്നാൽ ഇവിടെ നടുവിലോ 14,500 പടയാളികൾ. ജൂൺ മാസം 5-ാം തീയതി യുദ്ധം പൊട്ടി പുറപ്പെട്ടു. സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ യുദ്ധം ചെയ്യുന്നത് കത്തിയും കമ്പും കൊണ്ടല്ല. ദൈവവചനത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ 38-ാം അധ്യായം അതിന്റെ ഒടുവിലെ വാക്യങ്ങൾ എഴുതി വെച്ചു, ഞാൻ എന്റെ സകല പർവ്വതങ്ങളോടും അവന്റെ നേരെ വാളെടുക്കാൻ കൽപ്പിക്കും. ദൈവം അന്ന് പർവ്വതങ്ങളോട് കൽപ്പിച്ചു. പർവ്വതങ്ങളുടെ ഘോരത്തിൽ ഒതുങ്ങിക്കൂടിയിരുന്നതായ കടന്തലുകളെ സർവശക്തനായ ദൈവം അഴിച്ചുവിട്ടു. കടന്തലുകൾ പടയാളികളെ ഓടിച്ചിട്ട് ആക്രമിച്ചു. എന്നാൽ 5-ാം തീയതി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 7-ാം തീയതി അർദ്ധരാത്രിയായപ്പോ യെരൂശലേം ഖബ്രോൻ മേഖല ഈ ചെറിയ സൈന്യം പിടിച്ചടക്കി. തങ്ങളുടെ ദൈവം ഇവിടെ കൂടെ ഇരുന്ന് യുദ്ധം ചെയ്യും. ദൈവജനം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രു ഇനി എത്ര പ്രബലമാകട്ടെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളി ഇനി എത്ര വലുതുമാകട്ടെ, നിന്റെ പക്ഷത്ത് ദൈവമുണ്ടോ? ഒരിക്കൽ ദാവീദ് യുദ്ധത്തിന് പടയെടുക്കാനായിട്ട് അടുക്കുമ്പോ തന്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ ഘോര സത്വമായിരിക്കുന്ന ഗോലിയാത്ത് അദ്ദേഹം ചോദിച്ചു, നീ ഒരു നായ അടിക്കാൻ വരുന്നത് പോലെ നീ എന്റെ നേരെ വരുന്നുവോ? ദാവീദിന്റെ മറുപടി ഇങ്ങനെയാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്,
നീയോ എന്റെ നേരെ ആയുധമായി അടുത്തു വരുന്നു, ഞാനോ നീ നിന്നിച്ചു തള്ളിയ ഇസ്രായേലിന്റെ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. ഇസ്രായേൽ കടന്നുപോയത് യഹോവയെ മുൻനിർത്തിയാണ്. യുദ്ധം ദൈവത്തിനുള്ളതായിരുന്നു. ദൈവം യഹൂദന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അങ്ങനെ അവിടെ അവകാശ ദേശം അവർ പിടിച്ചടക്കി. എങ്കിലും പൂർണ്ണത വന്നിട്ടില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ, അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ട്രംപ് ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ട് യെരുശലേമിനെ പ്രഖ്യാപിച്ചു. അത്തി തളിർത്തു. ഇനി വേനൽ, ഇനി അവിടെ മഷിക കടന്നു വരാൻ പോകും. കിഴക്കേ വാതിലിൽ തലമുട്ടിയും കൈമുട്ടിയും മുട്ടുകൊണ്ടിടിച്ച് നിലവിളിക്കുന്ന യഹൂദൻ തങ്ങളുടെ മഷികായുടെ വരവിന് വേണ്ടി, അതെ, അവിടെ സൂര്യൻ ഉദിക്കാൻ പോകും. അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു. വേനൽ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരാൻ പോകുന്നു. ലോക ഘടികാരം എന്ന് വിളിച്ചിരിക്കുന്ന ലോകത്തിലെ ഘടികാരത്തിൽ സമയം 12 അടുക്കുന്നു. സഹോദരങ്ങളെ, കർത്താവ് വരാൻ പോകുന്നു. നീതി സൂര്യൻ ഉദയം കൊള്ളാൻ പോകുന്നു. നീ ഒരുങ്ങിയിട്ടുണ്ടോ? സഹോദര, നീ പെന്തക്കോസുകാരനോ, നീ CSE കാരനോ, നീ കത്തോലിക്കനോ, നീ ഏതവനോ ആകട്ടെ, നീ ഹൈന്ദവനോ, നീ ക്രൈസ്തവനോ, നീ ഇസ്ലാമിയോ ആരുമാകട്ടെ, യേശു മടങ്ങി വരുന്നതിന്റെ സംഭവവികാസങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി. ഞാനിവിടെ പ്രസംഗിച്ച സംഭവങ്ങൾ ഏതെങ്കിലും പുസ്തകത്തിൽ നടത്തിയെടുത്ത് വെച്ചിട്ടൊരു പൈങ്കിളി കഥയല്ല ഞാൻ പറഞ്ഞത്. ചരിത്രം സാക്ഷിക്കുന്ന ചരിത്ര സംഭവങ്ങളെയാണ്. അത്തി തളുർത്തു. വേനൽ, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് മടങ്ങി വരാൻ പോകുന്നു. അത്തി തളിർക്കുമ്പോ വേനലെടുക്കുന്നു. 3 കാര്യങ്ങളാണ് യഹൂദ ജാതിയെ കുറിച്ചുള്ള പ്രവചനം. 1, അത്തി തളിർക്കുമ്പോൾ വേനലെടുത്തിരിക്കുന്നു. അത്തി തളിർത്തു, ഇനി വേനൽ, അവിടെ മഷിക കടന്നു വരും. 2, ഒലിവ് പൂക്കുമ്പോൾ കാന്തൻ വാതിൽക്കലായിരിക്കുന്നു. അഥവാ പാലസ്തീൻ നാടിനെ ദൈവം വിളിച്ച് തന്റെ ജനത്തോട് പറയുന്ന സമയത്ത് പറഞ്ഞു, അവിടെ പാലും തേനും ഒഴുകും. ഈ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൃഗസമ്പത്തുള്ള രാഷ്ട്രം ഇസ്രായേൽ രാഷ്ട്രമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മണൽപ്പുറ്റുള്ളതും ഇസ്രായേൽ രാജ്യത്തിലാണ്. ഞാനിത് പ്രസംഗിക്കുന്ന സമയത്ത് പോലും അവിടെ ഇടയന്മാർ വാസ്തവത്തിൽ കന്നുകാലികളെ അഴിച്ചുകൊണ്ടും മരുപ്രദേശങ്ങളിലോട്ട് പോയാൽ യഥാക്രമത്തിൽ അവറ്റകളെ കറന്നെടുക്കാനൊന്നും എല്ലാവരെയും കഴിയത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇവറ്റകളുടെ അകിട് നിറഞ്ഞ് ചരിഞ്ഞു നിൽക്കുന്നതായ പാലക്കല്ലുകളിലും അതുപോലെ തന്നെ ചെറിയ കുറ്റിച്ചെടികളിലുമൊക്കെ അകിട് തട്ടി ചുരത്തി ഞാനിത് പറയുന്ന സമയത്തും അവിടെ പാൽ ഒഴുകുകയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ മണൽപ്പുറ്റും തേനുറയും ഉള്ളത് പാലസ്തീൻ നാട്ടിലാണ്. പാലസ്തീനിലെ തേന് ലോകത്തിന്റെ എല്ലാ കോണുകളിലും കയറ്റിയിരിക്കുകയാണ്. അതിനാൽ ഇന്ന് പാലും തേനും അവിടെ ഒഴുകുന്നു. 3, മുന്തിരി കുലയ്ക്കുമ്പോൾ കാന്തൻ വാതിൽക്കലായിരിക്കും. അഥവാ യഹൂദനെ ഒരു ദൈവാലയം വേണം. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്, 2000 ആണ്ടുകൾക്ക് ശേഷം പാലസ്തീനിൽ ചുവന്ന പശു ജന്മം കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? ആ ചുവന്ന പശുവിനെ കൊണ്ടാണ് അവിടെ ആലയം അവർ ശുദ്ധീകരിക്കേണ്ടത്. ഇന്ന് 72ൽ പരം ചുവന്ന പശുക്കൾ പാലസ്തീനിൽ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുസ്തകത്തിൽ ഞാൻ വായിക്കുവാനിടയായി. തീർന്നില്ല, യഹൂദന്മാർ അവിടെ ആലയത്തിന് വേണ്ടി അവിടെ അവർ യാഗപീഠ ശുദ്ധീകരണം നടത്തി, അഥവാ യാഗപീഠ പ്രതിഷ്ഠ നടത്തി. ഇനി അവിടെ ആലയ പണിക്ക് വേണ്ടി എല്ലാ എവിഡൻസും അവിടെ അധികാരവും അവകാശവും അവർ ഐക്യരാഷ്ട്ര സംഘടനയിൽ സമർപ്പിച്ചിട്ട് ഒരു ഓർഡറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓർഡർ ലഭിച്ചാൽ അവിടെ ആലയം പണിയും. ആ ആലയത്തിലാണ് അവിടെ മഷിക ദൈവമായി കടന്നു വരേണ്ടത്. അപ്പോൾ അത്തി തളിർത്തു, ഇനി വേനൽ, ഒലിവ് പൂത്തു, കാന്തൻ വാതിൽക്കൽ മുന്തിരിയും കൊലച്ചു. അഥവാ ഇനി അവിടെ മഷിക കടന്നു വരണം. കർത്താവായ യേശുക്രിസ്തു കടന്നു വരും. സഹോദരങ്ങളെ, എന്താണ് പിന്നെ അവർക്ക് ഈ ഓർഡർ ലഭിക്കാത്തത്? വാസ്തവത്തിൽ നമ്മളാണ് കാരണം. ദൈവം ഏകനാണ്. അവൻ ഏക സഭയിലെ അഥവാ ഒരാലയത്തിലെ വാഴത്തുള്ളൂ. ഈ ഭൂമിയിലെ ഇന്നത്തെ ആലയം നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അഥവാ പെന്തക്കോസ്ത് നാളിൽ ഉടലെടുത്ത ദൈവത്തിന്റെ സഭ എന്ന ആലയം ഭൂമിയിലുണ്ട്. ഈ ആലയം നിൽക്കുന്നത് കൊണ്ടാണ് അടുത്ത ആലയത്തിന്റെ ഓർഡർ ഐക്യരാഷ്ട്ര സഭയല്ല കൊടുക്കാത്തത്, സർവശക്തനായ എന്റെ ദൈവം കൊടുക്കാത്തതാ. ദൈവം ഓർഡർ കൊടുക്കുന്നത് ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകണം. അങ്ങനെയെങ്കിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്ന കാലഘടികാരമായ യഹൂദൻ പറയുന്നു, ലോകത്തിന്റെ നീതിസൂര്യനായ കർത്താവ് യേശുക്രിസ്തു ഉദയം കൊള്ളാൻ പോകുന്നു. അതിനു മുമ്പ് ദൈവസഭയെ നീ ഒരുങ്ങിയിട്ടുണ്ടോ? കാഹളമിതാ കാതുകളിൽ കേൾക്കാൻ പോകുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുന്നു. ഒരുങ്ങാത്തവർ ഒരുങ്ങുക, തയ്യാറാകാത്തവർ തയ്യാറാകുക. അത്തി തളിർത്തു, ഒലിവ് പൂത്തു, മുന്തിരിയും കുലച്ചു. ഇനി കാന്തന്റെ വരവ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, സർവശക്തനായ കർത്താവേ, ലോകത്തിന്റെ താളുകളിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ
കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനോട് അനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളെ യഹൂദ ജാതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഒരു അവസരം കൂടി തന്നല്ലോ. കർത്താവെ, ഈ വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കൾ ആരൊക്കെയാണേലും അവിടെ ഹൃദയങ്ങളിൽ ഇത് ക്രിയ ചെയ്യണം. വരാനിരിക്കുന്ന മശിഹായെ, രാജാതിരാജാവായി കടന്നു വരാൻ പോകുന്ന യേശുവിനെ ഉള്ളറയിൽ സ്വീകരിപ്പാൻ, ആ കർത്താവിന്റെ വരവിനെ എതിരേൽപ്പാൻ ഒരുങ്ങുവാൻ എല്ലാ ദൈവജനത്തെയും സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അതിനെ പരിശുദ്ധാത്മാവ് ഒരുക്കണമേ. തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കും. എളിവന് ഒരിക്കൽ കൂടി ഒരവസരം കൂടി തന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.